സ്വാലിഹ്, എന്തായാലും ഹജ്ജ് തീർത്ഥാടകർക്ക് ഇതാ വലിയൊരു തിരിച്ചടി തന്നെയാണ് ഈ വിമാന നിരക്ക് കുറയ്ക്കാത്തത്. ഇരട്ടിയിലധികം തുക ഈടാക്കുന്നു. എന്താണ് ഇതിന്റെ വിശദാംശങ്ങൾ? തീർത്ഥാടകരൊക്കെ തന്നെ അവർ പറയുന്ന അവരുടെ ആവശ്യങ്ങൾ എന്തൊക്കെയാണ്? കീർത്തി, കരിപ്പൂരിൽ നിന്ന് യാത്ര തിരിക്കുന്നവർ ഇരട്ടിയിലധികം തുക നൽകേണ്ട സാഹചര്യം, 1,76,000-ഓളം രൂപ നൽകേണ്ട ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. സംസ്ഥാന സർക്കാർ ഹജ്ജ് കാര്യമന്ത്രി വി അബ്ദുറഹ്മാൻ പലതവണ ഇക്കാര്യത്തിൽ ഇടപെട്ട് കഴിഞ്ഞു. ഇപ്പോൾ കേന്ദ്ര വ്യോമയാന മന്ത്രാലയം ഈ തുക കുറക്കാം, കഴിഞ്ഞ തവണത്തേതിന് തുല്യമായ ഏതാണ്ട് അതേ നിരക്കിലേക്ക് കൊണ്ടുവരാം എന്നൊരു ഉറപ്പ് നൽകിയിട്ടുണ്ട്. പക്ഷേ എങ്കിൽ പോലും കണ്ണൂരിൽ നിന്നോ അതല്ലെങ്കിൽ നെടുമ്പാശ്ശേരിയിൽ നിന്നോ പോകുന്നതിനേക്കാൾ 50,000-ഓളം രൂപ അധികം നൽകേണ്ട സാഹചര്യം വീണ്ടും ഉണ്ടാവും. ഇത് ഒഴിവാക്കണമെന്നാണ് ഇപ്പോൾ ഉയരുന്ന പ്രധാനപ്പെട്ട ആവശ്യം. അതുകൊണ്ട് തന്നെ ഈ സാധാരണ രീതിയിൽ ഈ ഹജ്ജിന് ഓപ്ഷൻ നൽകിയവരെല്ലാം സെക്കൻഡ് ഓപ്ഷനായി മറ്റ് വിമാനത്താവളങ്ങൾ നൽകിയിട്ടുണ്ട്. ഇവർക്ക് അത് അത്തരം വിമാനത്താവളങ്ങളിലേക്ക് മാറാൻ സാധിക്കും. കണ്ണൂരിൽ അതല്ലെങ്കിൽ നെടുമ്പാശ്ശേരിയിലേക്കും ഒക്കെ എംബാർക്കേഷൻ പോയിന്റായി മാറാൻ സാധിക്കും. ഇതിനുള്ള ശ്രമം തീർത്ഥാടകർ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. സ്വാഭാവികമായും കരിപ്പൂരിൽ ഇത് വലിയ ഒരു തിരിച്ചടി ഉണ്ടാക്കും. കരിപ്പൂരിൽ നിന്ന് യാത്രക്കാർ ഒഴിഞ്ഞു പോകുന്ന സാഹചര്യം ഉണ്ടാവും. നിലവിൽ ഇതുവരെ ഹജ്ജിന് രജിസ്റ്റർ ചെയ്തവരിൽ പോലും ഏറ്റവും കൂടുതൽ പേർ 14,000-ഓളം പേർ ഉള്ളത് കരിപ്പൂരിൽ നിന്നാണ് യാത്ര തിരിക്കുന്നത്. ഇവരാണ് ഈ വലിയ പ്രതിസന്ധി നേരിടുന്നത്. ഇന്നലെ യൂത്ത് ലീഗിന്റെ നേതൃത്വത്തിൽ അതോടൊപ്പം തന്നെ വിവിധ സംഘടനകളുടെ SSF, SKSSF തുടങ്ങി മതസംഘടനകളെല്ലാം തന്നെ പ്രതിഷേധവുമായി എത്തിയിട്ടുണ്ട്. അതോടൊപ്പം കോൺഗ്രസ് ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ കക്ഷികളെല്ലാം പ്രതിഷേധവുമായി കരിപ്പൂരിലേക്ക് മാർച്ചും മറ്റുമെല്ലാം നടത്തി വരുന്നുണ്ട്. ഈ ഹജ്ജ് തീർത്ഥാടകരെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ സർക്കാർ ഹജ്ജ് വഴി പോകുന്നവരിൽ ഭൂരിഭാഗം പേരും സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവരോ ഏറെ നാളായി കാത്തിരിക്കുന്നവരോ ഒക്കെയാണ്. അവർക്കാണ് ഈ കരിപ്പൂരിൽ നിന്ന് പ്രധാനമായി തെരഞ്ഞെടുക്കുന്നത്. അവരാണ് ഈ വലിയ ഒരു പ്രതിസന്ധി ഇപ്പോൾ നേരിടുന്നത്. ഇത് പരിഹരിച്ചില്ലെങ്കിൽ ഇവർ മറ്റു വിമാനത്താവളങ്ങളിലേക്ക് മാറും. നിലവിൽ എയർ ഇന്ത്യയാണ് ഈ ടെൻഡർ എടുത്തിട്ടുള്ളത്. എയർ ഇന്ത്യ എക്സ്പ്രസ് ആണ് ഈ വലിയ കൊള്ള, ഏതാണ്ട് 77 കോടിയോളം രൂപയുടെ കൊള്ള ഈ ഒരു ഹജ്ജ് തീർത്ഥാടന കാലത്ത് കരിപ്പൂരിൽ നിന്ന് മാത്രം നടത്തുന്നത്. കീർത്തി, ശരി, സ്വാലിഹാണ് വിവരങ്ങൾ.